നമ്മൾ ഇന്ന് ഒരു മിനി പ്രോജക്റ്റാണ് ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോസിലായിട്ട് നമ്മൾ മാർജിൻ പഠിച്ചു, CSS പഠിച്ചു, എക്സ്റ്റേണൽ CSS പഠിച്ചു, കുറേയധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഒരു റിയൽ ടൈം പ്രോജക്റ്റിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു പ്രോജക്റ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ട് ഈ മിനി പ്രോജക്റ്റ് ചെയ്യാനുള്ള കാരണം മാർജിൻ്റെയും പാഡിങ്ങിൻ്റെയും കൂടുതൽ യൂസേജ് പരിചയപ്പെടുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് എല്ലാവർക്കും വെബ് ഡയറിയിലേക്ക് സ്വാഗതം. അപ്പോൾ പതിവ് പോലെ തന്നെ ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എഡിറ്ററാണ് ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ ഒരു മാർജിൻ വേഴ്സസ് പാഡിങ് പ്രോജക്റ്റ് എന്ന് പറയുന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് ഞാൻ ചെറിയൊരു ഇമേജ് ക്രോപ്പ് ചെയ്തിട്ടിട്ടുണ്ട് നമ്മുടെ പ്രോജക്റ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ ഒരു index.html ഒരു style.css ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ index.html വന്നിട്ട് ഞാൻ ഡോക്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഞാൻ ടാബ് കൊടുത്തു. നമ്മുടെ ഫയൽ അവിടെ ക്രിയേറ്റ് ആയി. അതിനുശേഷം ഞാൻ ആ ഒരു style.css ഞാൻ ലിങ്ക് എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ച് ഞാൻ കണക്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ആവശ്യമുള്ള HTML ക്ലാസ്സും ആ ഡിവും ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് ആദ്യം വേണ്ടത് ഒരു കണ്ടെയ്നർ എന്ന് പറയുന്ന ഒരു ഡിവാണ്. ഇപ്പോൾ ഡോട്ട് കണ്ടെയ്നർ കൊടുത്തു, ടാബ് കൊടുത്തു. അതിനുശേഷം ഈ ഷോർട്ട് കട്ടൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോസ് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം വേഗത്തിൽ ഈ വീഡിയോ മനസ്സിലാവുന്നതായിരിക്കും. ഞാനിവിടെ കണ്ടെയ്നർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം റാപ്പർ എന്ന് പറയുന്ന മറ്റൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ ഇമേജ് ബോക്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ആ ഇമേജ് ബോക്സിനകത്ത് നമുക്കറിയാം എങ്ങനെയാണ് ഒരു ഇമേജിനെ വിളിക്കേണ്ടതെന്നുള്ളത്. ഇമേജ് എന്ന് പറയുന്ന ടാഗ് എഴുതി, ടാബ് കൊടുത്തു. ആ സോഴ്സിനകത്ത് നമുക്കറിയാം ഞാനൊരു ഇമേജ് 1 എന്ന് പറയുന്ന ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്കതിനെ ഇതിനകത്തേക്ക് വിളിച്ചു കൊടുക്കാം. അതായത് image1.jpg. ഓക്കെ, image1.jpg. ഇനി എനിക്ക് ഈ റാപ്പർ എന്ന് പറയുന്ന ഡിവിനകത്ത് തന്നെ എനിക്ക് ഒരു കണ്ടൻറ്റ് ബോക്സ് എന്ന് പറയുന്ന മറ്റൊരു ഡിവ് കൂടി വേണം. അതിനകത്ത് എന്താണ് എനിക്ക് വേണ്ടത്? ഒരു S2 എന്ന് പറയുന്ന ഒരു ടാഗ് വേണം. S2 റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ഹെഡിങ്സിനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ദിസ് ഈസ് എ ഹെഡിങ്. ഇനി അതിന് തൊട്ട് താഴെ എനിക്ക് S3 എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു H4 എന്ന് പറയുന്ന മറ്റൊരു ടാഗ്, അതായത് എനിക്കൊരു സബ് ഹെഡിങ് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു സബ് ഹെഡിങ് എന്ന് പറഞ്ഞു കൊടുത്തു. സാമ്പിൾ ടെക്സ്റ്റ് തന്നെ മതി നമുക്ക്. ഇനി എനിക്കൊരു പാരഗ്രാഫ് വേണം. P എന്ന് പറയുന്ന ടാഗ് ഓപ്പൺ ചെയ്തു. ഇനി ഞാൻ മറ്റൊരു ഷോർട്ട് കട്ട് കൂടി പറഞ്ഞുതരാം. നിങ്ങളൊരു സാമ്പിൾ ടെക്സ്റ്റാണ് നിങ്ങളുടെ പ്രോജക്റ്റിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങളുടെ ക്ലയൻറ്റ് നിങ്ങൾക്ക് റിയൽ ടെക്സ്റ്റ് ഒന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാരഗ്രാഫൊക്കെ ഡമ്മി കണ്ടൻറ്റ് ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യകത വരും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എഡിറ്റർ ആണെങ്കിൽ നിങ്ങൾ ലോറിയം എന്ന് ടൈപ്പ് ചെയ്യുക, അതായത് LOREM. അതിനുശേഷം നിങ്ങൾക്ക് എത്ര ക്യാരക്ടേഴ്സാണ് വേണ്ടതെന്നുള്ളത് കൂടി പറഞ്ഞു കൊടുക്കുക. എനിക്കിപ്പോൾ 50 വേണ്ടത്. അപ്പോൾ 50 കൊടുത്തു. ഞാൻ ടാബ് കൊടുക്കുമ്പോൾ ഇത് കണ്ടോ, ബൈ ഡിഫോൾട്ടായിട്ടുള്ള ഒരു ഡമ്മി ടെക്സ്റ്റ് നമുക്കിവിടെ വന്നു. എന്താണ് ചെയ്യേണ്ടത്? ലോറിയം. ഇപ്പോൾ നിങ്ങൾക്ക് 500 നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ടാബ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത്രയും വലിയൊരു പാരഗ്രാഫ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ലോറിയം ഒരു 50 ക്യാരക്ടറാണ്. ഓക്കെ, ഞാൻ ടാബ് കൊടുത്തു. ഓക്കെ, നമുക്കൊരു ഡമ്മി പാരഗ്രാഫ് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ HTML ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നോക്കാം. എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്നുള്ളത്. ഞാനിവിടെ വന്നു, ഞാൻ റിഫ്രഷ് ചെയ്തു. അപ്പോൾ നമുക്കൊരു ഇമേജ് വന്നു, നമ്മൾ കൊടുത്ത ടൈറ്റിൽ വന്നു, ഹെഡിങ് വന്നു, പാരഗ്രാഫ് വന്നു. ഇനി നമുക്ക് സ്റ്റൈൽ ഷീറ്റിലേക്ക് കിടക്കാം, അതായത് style.csലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പ്രോജക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? മാർജിനും പാഡിങ്ങും ബോക്സ് സൈസിങ്ങും റീസെറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർ എന്ന് കൊടുത്തു. അപ്പോൾ എന്താണ് ഈ സ്റ്റാർ എന്നുള്ളതും എന്തുകൊണ്ടാണ് നമ്മൾ ഈ റീസെറ്റ് എഴുതി കൊടുക്കുന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാനിവിടെ മാർജിൻ 0 കൊടുത്തു, പാഡിങ് 0 കൊടുത്തു, ബോക്സ് സൈസിങ് ഞാൻ ബോർഡർ ബോക്സും കൊടുത്തു. സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ ഉള്ള ഈ ഗ്യാപ്പൊക്കെ നമുക്കിപ്പം പോവും. കണ്ടോ, ആ മൊത്തം ഗ്യാപ്പും പോയി. ഇത് നേരത്തെ ഇതിന് ഇടയ്ക്കൊക്കെ നമുക്ക് എന്തായിരുന്നു? ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പ് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റീസെറ്റ് കൊടുത്തത്. ഇനി എനിക്ക് ഈ ഒരു റാപ്പറല്ലേ, ഈ ഒരു റാപ്പറിന് ഞാൻ എന്ത് കൊടുക്കണം? ഒരു സ്റ്റൈൽ എഴുതി കൊടുക്കാൻ പോകണം. അപ്പോൾ അതൊരു ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ഡോട്ട് ഇട്ടു, റാപ്പർ എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഞാൻ ഈ റാപ്പറിന് ഒരു വിഡ്ത്ത് ഒരു 500 പിക്സൽ കൊടുത്തു. അതിനുശേഷം ഞാനൊരു മാർജിൻ, ഈ ഒരു റാപ്പറിനെ എനിക്ക് സെൻറ്ററിലേക്ക് ആക്കണമെങ്കിൽ എന്താണ് കോഡ്? ടോപ്പ് ബോട്ടം ഞാൻ 50 പിക്സലും കൊടുത്തു. സെക്കൻഡ് വാല്യൂ ഞാൻ ഓട്ടോ ആക്കി കൊടുത്തു. അപ്പോൾ മാർജിൻ വേഴ്സസ് പാഡിങ് എന്ന് പറയുന്ന സീരീസ് കണ്ടവർക്കറിയാം എങ്ങനെയാണ് വിഡ്ത്തും മാർജിനും ഉപയോഗിച്ച് നമ്മളൊരു ഡിവിനെ സെൻട്രലാക്കുന്നത് എന്നുള്ളത്. ഞാനിപ്പോൾ ഇത് കൊടുത്തിട്ട് ഞാനിവിടെ വന്നിട്ട്
റീഫ്രഷ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് സെൻറ്ററിലേക്ക് വന്നു. മുകളിൽ മാർജിൻ 50 പിക്സലും വന്നു അല്ലേ. ഇനി എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ ദിസ് ഈസ് ഹെഡിങ്ങും ദിസ് ഈസ് സബ് ഹെഡിങ്ങിനും ഒക്കെ ഇടയ്ക്ക് നമുക്കൊരു ഗ്യാപ്പ് കൊടുക്കണം. നമുക്ക് H2 ഉണ്ട്, H4 ഉണ്ട്, P ഉണ്ട്. അപ്പം നമ്മളിത് എങ്ങനെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകിൽ നിങ്ങൾ ഇങ്ങനെ കൊടുക്കുക, റാപ്പർ പിന്നെ കണ്ടൻറ്റ് ബോക്സ് H1. ഒന്നുകിൽ നിങ്ങൾ ഇങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും എഴുതി കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു കണ്ടൻറ്റ് ബോക്സിനെ ഒഴിവാക്കുക. മനസ്സിലായി? അതായത് നമുക്ക് ആ ഒരു പേരൻറ്റിനെ കിട്ടിയാൽ മതി. അതായത് റാപ്പർ, നിങ്ങൾക്ക് റാപ്പർ കണ്ടൻറ്റ് ബോക്സ് H2 ആയിരുന്നല്ലേ, H1 അല്ല H2. അപ്പോൾ നമ്മളിങ്ങനെ റാപ്പറിനകത്തുള്ള കണ്ടൻറ്റ് ബോക്സിനകത്തുള്ള H1 അല്ലേ, സോറി H2. ഒന്നുകിൽ അങ്ങനെ എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ റാപ്പർ നേരിട്ട് H2 എന്ന് പറഞ്ഞു കൊടുക്കാം. കാരണം ഇപ്പോഴും H2ഉം H4ഉം ഈ റാപ്പർ എന്ന് പറയുന്ന ഡിവിൻ്റെ അകത്ത് തന്നെയാണ്. കാരണം ആ റാപ്പർ ക്ലോസ് ചെയ്യുന്നത് ഇവിടെയാണ് അല്ലേ. അപ്പോൾ ഞാനപ്പം ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എഴുതി കൊടുത്തു. മാർജിൻ, ആദ്യം നമുക്ക് മാർജിൻ അല്ലേ, ആദ്യം നമുക്ക് മാർജിനെയും പാഡിങ്ങിനെയും പറ്റിയാണല്ലോ ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു മാർജിൻ, ഒരു ടോപ്പ് ബോട്ടം ഞാനൊരു 15 പിക്സൽ കൊടുത്തു, റൈറ്റും ലെഫ്റ്റും 0 കൊടുത്തു. സേവ് ചെയ്തു. ഞാൻ വന്ന് റീഫ്രഷ് ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ടോപ്പിലും ബോട്ടത്തിലും ഒരു സ്പേസ് വന്നു. അതുപോലെ നമുക്ക് ഈ സബ് ഹെഡിങ്ങിൻ്റെ താഴെയും മുകളിലും നമുക്കൊരു മാർജിൻ വേണം. ഞാനപ്പോൾ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തു. ഇത് H4 ആയിരുന്നു, അതിന് ഞാൻ എന്ത് ചെയ്തു, ഒരു മാർജിൻ കൊടുത്തു. ഞാനിവിടെ വന്നു റീഫ്രഷ് ചെയ്യുമ്പം കണ്ടില്ലേ, ഹെഡിങ്ങിനും സബ് ഹെഡിങ്ങിനും പാരഗ്രാഫിനും ഇടയ്ക്ക് സ്പേസ് വന്നു. പക്ഷേ എനിക്ക് ഈ ഹെഡിങ്ങിനും സബ് ഹെഡിങ്ങിനും ഇടയ്ക്ക് ഉള്ള സ്പേസ് അല്ല എനിക്ക് ഈ താഴെ വേണ്ടത്. കാരണം ഈ ഹെഡിങ്ങും സബ് ഹെഡിങ്ങും ഒരു ലിങ്ക് വേണ്ടേ, അത് തമ്മിൽ അടുത്ത് വെച്ചിട്ട് നമുക്ക് ഈ പാരഗ്രാഫിനും സബ് ഹെഡിങ്ങിനും ഇടയ്ക്ക് നമുക്ക് കൂടുതൽ സ്പേസ് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ടോപ്പ് ഞാൻ 15 തന്നെ വെച്ചു, റൈറ്റ് ഞാൻ 0 വെച്ചു, ബോട്ടം ഞാനൊരു 8 പിക്സൽ വെച്ചു. ഓക്കെ, ഇപ്പോൾ 3 വാല്യൂ കൊടുത്തു കഴിയുമ്പം ഈ 4ാമത്തെ വാല്യൂ തന്നെ ഇവിടെ റീപ്ലേസ് ആവും അല്ലേ, അത് നമുക്കറിയാം. അതുപോലെ തന്നെ ഇതിൻ്റെ വാല്യൂ, ഈ H4ൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, ടോപ്പ് വാല്യൂ നമ്മൾ 8 പിക്സൽ കൊടുത്തു, റൈറ്റ് 0 കൊടുത്തു, ബോട്ടം നമ്മൾ 15 പിക്സൽ കൊടുത്തു അല്ലേ. കാരണം നമ്മളിവിടെ 8 പിക്സലാണ് ബോട്ടം കൊടുത്തത്, ഇവിടെ നമ്മൾ ടോപ്പ് 15 പിക്സലാണ് കൊടുത്തതെങ്കിൽ എന്ത് സംഭവിക്കും, ഈ 15 പിക്സൽ തന്നെ ആയിരിക്കും നമുക്ക് ഗ്യാപ്പായിട്ട് കാണുവാൻ സാധിക്കുന്നത്. കാരണം ഇത് തമ്മിൽ എപ്പോഴും കൊളാപ്സ് ആവും അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു വാല്യൂവും, അതായത് H2ൻ്റെ ബോട്ടം വാല്യൂവും H4ൻ്റെ ടോപ്പ് വാല്യൂവും ഈക്വലായിട്ട് നിർത്തിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ കൊളാപ്സ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഒന്ന് റീഫ്രഷ് ചെയ്തു. ഇപ്പോൾ നമുക്ക് മനസ്സിലാവും ദിസ് ഈസ് ഹെഡിങ്ങും ഈ സബ് ഹെഡിങ്ങും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഓക്കെ അങ്ങനെ ഇരിക്കട്ടെ. ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, ഇതിൻ്റെ ടോപ്പ് വാല്യൂ മാത്രം നമ്മൾ കൊടുത്തിട്ട് ബോട്ടം വാല്യൂ എല്ലാം നമ്മൾ 0 ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്കറിയാം H2ൻ്റെ ടോപ്പ് 15, റൈറ്റും ബോട്ടവും ലെഫ്റ്റും എല്ലാം 0 ആക്കി. ഇനി H4ൻ്റെ നമുക്ക് എന്ത് ചെയ്യണം, ടോപ്പ് വാല്യൂ നമ്മൾ 8 പിക്സൽ കൊടുത്തു, റൈറ്റ് 0 കൊടുത്തു, ബോട്ടം നമ്മൾ 15 കൊടുത്തു. അപ്പോൾ ഇവിടെ 0 ആയതുകൊണ്ട് ഇത് തമ്മിൽ കൊളാപ്സ് ആയിട്ട് നമുക്ക് 8 പിക്സലിന് മാത്രമേ കിട്ടുള്ളൂ. സെയിം റിസൾട്ട് തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ രണ്ടിനും നമ്മൾ 8 പിക്സൽ വെച്ചിട്ട് കൊടുക്കുമ്പോൾ കൊളാപ്സ് ആവുന്നത് കാരണം 8 16 ആവാതെ 8 പിക്സൽ മാത്രമായിട്ട് നിൽക്കും. അല്ലെങ്കിൽ ഒരു വാല്യൂ നമ്മൾ 0 ആക്കി കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് അറിയാം, ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഫോണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഫോൺ ഫാമിലി ഞാൻ തൽക്കാലം ഏരിയൽ എന്ന് പറഞ്ഞു കൊടുത്തു. നിങ്ങൾ എന്താണോ വരുന്നത് അത് ജസ്റ്റ് ടാബ് ചെയ്ത് കൊടുക്കുക. അതായത് ഫോൺ ഫാമിലി എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഏരിയൽ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താണോ വരുന്നത് അത് ജസ്റ്റ് നിങ്ങൾക്ക് ഏത് ഫോണ്ട് വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഏരിയലാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ടാബ് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും 3 വാല്യൂ ആണ് ഫോണ്ടായിട്ട് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇതൊക്കെ സിസ്റ്റം ഫോണ്ടാണ് ആക്ച്വലി. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് ഏരിയൽ എന്ന് പറയുന്ന ഫോണ്ട് ഇല്ലെങ്കിൽ ഹെൽവെറ്റിക്ക വർക്കാവും, ഹെൽവെറ്റിക്ക എന്ന് പറയുന്ന ഫോണ്ട് ഇല്ലെങ്കിൽ സാൻസ് സെരിഫ് വർക്കാവും. അതാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അങ്ങനെ 3 ഫോണ്ട് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. സേവ് ചെയ്തു. നമ്മളിവിടെ വന്നിട്ട് റീഫ്രഷ് ചെയ്യുമ്പോൾ കണ്ടില്ലേ ഫോണ്ട് കുറച്ചുകൂടി ക്ലീനായി. ഇനി നമുക്ക് ആ പാരഗ്രാഫിന് കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം പാരഗ്രാഫിന് ഞാൻ ഈ ഫോണ്ട് ഫാമിലി ഞാൻ അതുപോലെ കോപ്പി ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ പാരഗ്രാഫിൻ്റെ ഫോണ്ടും ഓക്കെയാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു വലിയ ഫോണ്ടാണ് ഇതിനൊക്കെ വേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ S2ന് ഞാൻ ഫോണ്ട് സൈസ് കൊടുത്തു. ഫോണ്ട് സൈസ് ഞാനൊരു 30 പിക്സൽ കൊടുത്തു. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ഫോണ്ട് സൈസ് ഞാനൊരു 18 പിക്സൽ കൊടുത്തു. റാപ്പർ H4ന് ഞാനൊരു ഫോണ്ട് സൈസ് സബ് ഹെഡിങ് അല്ല, അപ്പം ഹെഡിങ്ങിനേക്കാളും കുറച്ചുകൂടെ കുറവ്. അപ്പോൾ ഞാനതിനൊരു 22 പിക്സൽ കൊടുത്തു. നമുക്ക് നോക്കാം. സേവ് ചെയ്തു. ഞാനിവിടെ വരുമ്പോൾ
കണ്ടല്ലേ, നമുക്ക് ഇതുപോലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. അതായത് ഇതിൻ്റെ സൈസ് നമുക്ക് കുറച്ചുകൂടി വലുതായി, ഇതിൻ്റെയും വലുതായി, ഇതിൻ്റെയും വലുതായി. ഇപ്പോൾ ഇതിപ്പം ഭയങ്കര അടുപ്പിച്ചടുപ്പിച്ചാണ് കാണുന്നത് അല്ലേ. ഇപ്പം നമ്മൾ വായിക്കുകയാണെങ്കിൽ തന്നെ ഒരു റിയൽ ടെക്സ്റ്റ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ പോലും നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് കുറച്ച് സ്ട്രെയിൻ വരുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓരോ ടെക്സ്റ്റിൻ്റെയും ലൈനില്ലേ, ഈ ഓരോ ലൈനിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് നമുക്ക് കൂട്ടിക്കൊടുക്കാം. ഏതൊരു ടെക്സ്റ്റിൻ്റെയും ലൈൻ ഹൈറ്റ് കൂട്ടുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന CSS പ്രോപ്പർട്ടിയാണ് ലൈൻ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 26 പിക്സൽ കൊടുത്തു. ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ റിഫ്രഷ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, കുറച്ചുകൂടി ഗ്യാപ്പ് കിട്ടി. അപ്പോൾ നമുക്ക് വായിക്കുവാനായിട്ട് കുറച്ചുകൂടി ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കണ്ടെയ്നർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഉദ്ദേശം മാർജിനും പാഡിങ്ങും കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ചുകൂടി കാര്യങ്ങളിലേക്ക് കടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടെയ്നർ കൊടുത്തു. ഇനി ഞാൻ കണ്ടെയ്നറിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ സെറ്റ് ചെയ്തു. ഓക്കെ, ഒരു ലൈറ്റ് ബ്ലൂ സെറ്റ് ചെയ്ത് കൊടുത്തു. സേവ് ചെയ്തു. ഇവിടെ ഒന്ന് റീഫ്രഷ് ചെയ്യുമ്പം കണ്ടില്ലേ, ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ വന്നു. ഇനി എനിക്കിപ്പം ഇതിങ്ങനെ മുട്ടി നിൽക്കുന്നില്ലേ, ഇതിങ്ങനെ മുട്ടി നിൽക്കുന്നത് കാരണം ഒരു രസം തോന്നുന്നില്ല. അപ്പം നമുക്കൊരു ഗ്യാപ്പ് കൊടുക്കണം. എവിടെയാണ് ഗ്യാപ്പ് കൊടുക്കേണ്ടത്? ഈ റാപ്പറിനകത്താണ് ഗ്യാപ്പ് കൊടുക്കേണ്ടത് അല്ലേ. എവിടെയാണ് കൊടുക്കേണ്ടത്? ഈ റാപ്പറിനകത്ത്. കാരണം റാപ്പറാണ് ഇപ്പോൾ ഇമേജിനെയും ഹെഡിങ്ങിനെയൊക്കെ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റാപ്പറിന് നമ്മൾ വന്നിട്ട് എന്ത് ചെയ്തു, ഒരു പാഡിങ് ഞാനൊരു 50 പിക്സൽ വെച്ചിട്ട് കൊടുത്തു. അതായത് ഒരു ടോപ്പ് ബോട്ടം ഒരു 50 പിക്സൽ കൊടുത്തു, റൈറ്റും ലെഫ്റ്റും ഞാൻ 0 കൊടുത്തു. ഞാനിവിടെ വന്നു, ഞാൻ റിഫ്രഷ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, മുകളിലും താഴെയും നമുക്കൊരു സ്പേസിങ് കിട്ടി. ഓക്കെ, അപ്പം നമുക്ക് കുറച്ചുകൂടി ഒന്ന് ക്ലീനായി അല്ലേ. ഇപ്പം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറും സെയിം ആയതുകൊണ്ട് ഒരു രസം തോന്നില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ, അതായത് ഈ കണ്ടൻറ്റ് ബോക്സ് ഇല്ലേ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് വൈറ്റ് ആക്കി കൊടുക്കാം. കാരണം കണ്ടൻറ്റ് ബോക്സിനകത്താണ് ഈ ടെക്സ്റ്റും കാര്യങ്ങളും എല്ലാം ഉള്ളത്. അപ്പോൾ ഞാനത് ഇവിടെ വന്നു, ഞാൻ എന്ത് ചെയ്തു, കണ്ടൻറ്റ് ബോക്സ് അല്ലേ, അതിന് ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ വൈറ്റ് കൊടുത്തു. ഇനി ഞാൻ വന്നു സേവ് ചെയ്തു. റിഫ്രഷ് ചെയ്യുമ്പോൾ കണ്ടൻറ്റ് ബോക്സിന് എന്ത് വന്നു, വൈറ്റ് വന്നു. പക്ഷേ ഇപ്പോഴും ഇത് തമ്മിൽ ലിങ്ക് ആയിട്ടില്ല. കാരണം ഈ ഒരു ഇൻഫർമേഷൻ്റെ ഇമേജ് ആണല്ലോ ഇത്. അപ്പോൾ ഇത് തമ്മിൽ എപ്പോഴും എന്തായിരിക്കണം, കണക്റ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മളിവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, നമ്മൾ ഈ ദിസ് ഈസ് എ ഹെഡിങ് എന്ന് പറയുന്നതിന് നമ്മളൊരു മാർജിൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ടോപ്പ്. ആ ടോപ്പ് വന്നതുകൊണ്ടാണ് നമുക്കിവിടെ ഇത് ലിങ്ക് ആവാത്തത് അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു H2 എന്ന് പറയുന്നതിൻ്റെ മാർജിൻ നമ്മൾ എടുത്ത് കളഞ്ഞു. മനസ്സിലായല്ലോ. H2ന് നേരത്തെ ഉണ്ടായിരുന്നു, ഒരു മാർജിൻ ടോപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, ഞാനത് റീഫ്രഷ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇത് തമ്മിൽ ലിങ്കായി. കണ്ടില്ല, ആ മാർജിൻ പോയപ്പോൾ ഇതിൽ നമുക്ക് ലിങ്കായി. ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഞാനൊന്ന് ഇൻസ്പെക്ട് എലമെൻ്റ് എടുത്തു. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാറ്റ് ബോക്സ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ കണ്ടൻറ്റ് ബോക്സ് നമ്മളിവിടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ നമ്മൾ കണ്ടൻറ്റ് ബോക്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ബ്ലൂ കളർ വരുന്നുണ്ടോ. അതിനകത്ത് കണ്ടൻറ്റ് ബോക്സ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, കണ്ടില്ലേ. പക്ഷേ ഈ ഒരു ഗ്യാപ്പ് വരുന്നത് നമ്മൾ ഈ H2 നമ്മൾ എടുക്കുകയാണെങ്കിൽ H2ന് മാർജിൻ എന്ന് പറയുന്നത് ഒരു 15 പിക്സൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ മാർജിൻ എടുത്ത് കളഞ്ഞാൽ ഇവിടെ ഒരു ഓറഞ്ച് കളർ വരുന്നുണ്ടോ, അത് കളയുമ്പോൾ മാത്രമേ ഈ ഒരു കണ്ടൻറ്റ് ബോക്സും ഇമേജും തമ്മിൽ ചേരുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ വന്നിട്ട് മാർജിൻ 0 ആക്കി കൊടുത്തു. അപ്പോൾ 4 വാല്യൂം ഇവിടെ 0 ആയതുകൊണ്ട് ഞാൻ ഒറ്റ വാല്യൂ കൊടുത്തു. ഇനി ഞാൻ വന്ന് റീഫ്രഷ് ചെയ്യുമ്പോൾ ഇത് രണ്ടും ഒന്നായി. പക്ഷേ എനിക്കിപ്പോഴും ഇത് കണ്ടില്ല, ഇതെല്ലാം ഇങ്ങനെ ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ ആർക്കാണ് വീണ്ടും ഒരു പാഡിങ് കൊടുക്കേണ്ടത്, ഈ ഒരു കണ്ടൻറ്റ് ബോക്സിന് അല്ലേ. കാരണം കണ്ടൻറ്റ് ബോക്സിന് ചുറ്റുമാണ് എനിക്ക് പാഡിങ് വേണ്ടത്. കണ്ടൻറ്റ് ബോക്സിന് പുറത്താണ് നമുക്ക് ഒരു സ്പേസിങ് വേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മാർജിൻ യൂസ് ചെയ്യും. ഇപ്പോൾ നമ്മളിവിടെ വന്നു, കണ്ടൻറ്റ് ബോക്സിന് ഞാൻ പാഡിങ് ചുറ്റിലും ഞാൻ 30 പിക്സൽ കൊടുത്തു. കാരണം എനിക്ക് ടോപ്പും റൈറ്റും ബോട്ടവും ലെഫ്റ്റും എല്ലാം എനിക്ക് പാഡിങ് വേണം. അപ്പോൾ കണ്ടൻറ്റ് ബോക്സിൻ്റെ തന്നെ കളറ്, ബാക്ക്ഗ്രൗണ്ട് കളറ് വൈറ്റ് ആണ്. ഞാനിവിടെ വന്നു, ഞാൻ റീഫ്രഷ് ചെയ്തു. ഇപ്പോൾ കണ്ടില്ലേ, കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ട് വന്നു അല്ലേ. അതായത് ഇമേജ് വന്നു, ടെക്സ്റ്റ് വന്നു, അതിന് ചുറ്റിനും സ്പേസ് വന്നു. ഈ ഒരു സ്പേസ് നമ്മൾ നിയന്ത്രിച്ചത്, ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്, ഈ ഒരു HTML എലമെൻറ്റും ഈ ഒരു HTML എലമെൻറ്റും തമ്മിലുള്ള ഗ്യാപ്പ് നമ്മൾ നിയന്ത്രിച്ചത് മാർജിൻ വെച്ചിട്ടാണ്. ഈ സബ് ഹെഡിങ്ങും പാരഗ്രാഫും തമ്മിലുള്ള മാർജിൻ നമ്മൾ നിയന്ത്രിച്ചത് മാർജിൻ വെച്ചിട്ടാണ്. പക്ഷേ ഈ ഒരു ഡിവ്, അതായത് ഈ കണ്ടൻറ്റ് ബോക്സ് എന്ന് പറയുന്ന ഡിവിൻ്റെ ചുറ്റിലുമുള്ള സ്പേസ് നമ്മൾ നിയന്ത്രിച്ചത് പാഡിങ് വെച്ചിട്ടാണ് അല്ലേ. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് റാപ്പറാണ്. റാപ്പറിൻ്റെ അകത്തുള്ള സ്പേസിങ് നമ്മൾ നിയന്ത്രിച്ചത് പാഡിങ് വെച്ചിട്ടാണ്. ഈ പുറത്തുള്ള സ്പേസിങ്, അതായത് കണ്ടെയ്നറിൻ്റെ പുറത്തുള്ള സ്പേസിങ് നമ്മൾ നിയന്ത്രിച്ചത് മാർജിൻ വെച്ചിട്ടാണ്. ഇനി ഈ ഒരു ബ്ലൂ
ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കൊടുത്തത് ആർക്കാണ്? കണ്ടെയ്നറിനാണ് കൊടുത്തത് അല്ലേ. അതിനുശേഷം അതിന് മുകളിലുള്ള ഗ്യാപ്പ് വന്നത് നമ്മൾ ഈ റാപ്പറിന് നമ്മൾ മാർജിൻ 50 പിക്സൽ കൊടുത്തപ്പോഴാണ് അല്ലേ. ഇപ്പം നിങ്ങളിവിടെ ഈ റാപ്പറിൻ്റെ ഈ ഒരു മാർജിൻ എടുത്ത് കളഞ്ഞു വന്നിരിക്കട്ടെ. അപ്പോൾ നമുക്കതിൻ്റെ ആവശ്യമില്ല. നമുക്കിവിടെ ഈ ഒരു വൈറ്റ് ഗ്യാപ്പിൻ്റെ ആവശ്യമില്ല. കണ്ടില്ലേ, ഇപ്പോൾ അത് ഇങ്ങനെയാണ് നിൽക്കുന്നത്, നമുക്കവിടെ ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് മുകളിൽ ഗ്യാപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഒരു റാപ്പറിന് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടെയ്നറിനും പറഞ്ഞു കൊടുക്കാം. അപ്പം ഞാൻ കണ്ടെയ്നറിന് മാർജിൻ ടോപ്പ് 50 പിക്സലാണ് കൊടുക്കുന്നതെങ്കിൽ കണ്ടില്ലേ, നമ്മൾ ആ റാപ്പറിന് കൊടുക്കുന്നത് പോലെ തന്നെ നമ്മൾ മാർജിന് കൊടുത്തപ്പോഴും ആ സെയിം 50 പിക്സൽ തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ഓരോ പ്രോജക്റ്റിനനുസരിച്ച് നമുക്ക് മാർജിനും പാഡിങ്ങും ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ആ ഒരു സ്പേസിങ് വേണ്ട അവിടെ, അതുകൊണ്ട് ഞാൻ അടുത്ത് കളഞ്ഞു. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ, വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ലേ ഔട്ട് നമുക്കിവിടെ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തൽക്കാലം നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കാത്തത് കൊണ്ട് ഈ ഒരു മിനി പ്രോജക്റ്റ് നമ്മൾ ഇവിടെ നിർത്തുകയാണ്. ഇനി നമ്മൾ അടുത്ത ക്ലാസ് മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മെയിനായിട്ട് ലേ ഔട്ടാണ്. അപ്പോൾ ലേ ഔട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇതിപ്പോൾ നമ്മൾ പഠിച്ചതെല്ലാം ഒരൊറ്റ കോളം മാത്രമാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മൾ ഈ ഒരു ക്രിയേറ്റ് ചെയ്ത ഈ ഒരു കമ്പോണൻറ്റ് നമുക്കിവിടെ വരണം, അല്ലെങ്കിൽ ഇതുപോലെ ക്രിയേറ്റ് ചെയ്തൊരു കമ്പോണൻറ്റ് നമുക്ക് ഇവിടെ വരണം. അപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത്. കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ച ഒരു സംശയമാണ്, എന്താണ് ഈ ഡിസ്പ്ലേ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ഇപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. ഇവിടെ വന്നു, ഞാൻ ഈ ഒരു റാപ്പറിനെ ഞാൻ ഒന്നുകൂടി ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ 2 റാപ്പറുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് റീഫ്രഷ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ആദ്യത്തെ റാപ്പർ ഇവിടെ വന്നു, രണ്ടാമത്തെ റാപ്പർ താഴെയാണ് വന്നത്. നമ്മൾ വീണ്ടും നമ്മളൊരു റാപ്പർ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് 3 റാപ്പറുണ്ട്. ഇപ്പോൾ ഒന്നാമത്തെ റാപ്പർ വന്നു, രണ്ടാമത്തെ റാപ്പർ വന്നു, മൂന്നാമത്തെ റാപ്പർ വന്നു അല്ലേ. ഒന്നാലോചിച്ച് ചോദിക്കുക, നമുക്ക് ഇങ്ങനെ ഓരോ തവണ നമ്മൾ റാപ്പർ കൊടുക്കുമ്പോഴും നമുക്ക് താഴെയാണ് വരുന്നതെങ്കിൽ എന്തോരം സ്പേസ് ആണ് നമുക്ക് നഷ്ടമാവുന്നത് അല്ലേ. കാരണം നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒക്കെ ഇഷ്ടം പോലെ സ്പേസ് കിടപ്പുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി ഉണ്ട്. അതിനു മുമ്പായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ് എന്താണ് ഡിസ്പ്ലേ ഇൻലൈൻ, എന്താണ് ഡിസ്പ്ലേ ഇൻലൈൻ ബ്ലോക്ക്, എന്താണ് ഡിസ്പ്ലേ ബ്ലോക്ക്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിരുന്നാൽ പോലും ഞാനിതിൻ്റെ ഒരു HTML-ഉം CSS-ഉം അടങ്ങിയ ഒരു കോഡ് പെൻ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം സ്വയം ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കോഡ് പെന്ന് റെഫർ ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്ത് സംശയവും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വെബ് ഡിസൈൻ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് റെഫർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.